ഗായ്സ്, നമ്മളിന്നില്ല ഒരു ക്രാഫ്റ്റ് വീഡിയോ ഇടാൻ പോവാണ്. ഒരു ക്രാഫ്റ്റ് വീഡിയോ എന്നാന്ന് വെച്ചാൽ ഇല്ലേ, ഈ രണ്ട് പേപ്പറും കൊണ്ട് ഞാൻ ഒരു ക്രാഫ്റ്റ് വീഡിയോ ഇടാൻ പോവാണ്. ക്രാഫ്റ്റ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇല്ലേ, ഇതെൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ മലയാളം ആക്ടിവിറ്റീൻ്റെ പേപ്പറായിരുന്നു. അത് ഞാൻ കീഴെടുത്തതാണ്. നമുക്ക് കാര്യത്തിൽ നടക്കാം. എന്താ പരിപാടി എന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഫാനും കൊണ്ട് ഈ പേപ്പർ പറന്നു പോന്ന് ഇതിങ്ങനെ മടക്കണം. ഗായ്സ് നോക്ക്, ഇങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന തോണിയും വീശറി മറ്റേ കാറ്റ് വളർന്ന മറ്റേ സാധനം, പിന്നെ തോണിയും ഇങ്ങനെ മടക്കിയിട്ട് വെച്ചാൽ ഈ സൈഡിൽ നിന്ന് ഈ സൈഡ് കണ്ട ഗൈസ്, ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടില്ലേ ഗൈസ്. വീഡിയോ ഒന്നുമില്ല, ഇങ്ങോട്ടായിപ്പോയി, അതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ടാക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണും. ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഈ പേപ്പറ് എന്നിട്ട് ഇത് ഇങ്ങനെ ആക്കുക. ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. കണ്ടോ ഗൈസ്, ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ഇങ്ങനെ എടുത്തിട്ട് ഫോൾഡ് ചെയ്യണം. കണ്ടോ, ഇപ്പം ക്ലിയർ ആയില്ലേ? ഇനി ആ സൈഡും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഗൈസ് പറ്റുന്നില്ല, ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഇതായിപ്പോന്ന്, ഇത് കാണാൻ പറ്റുന്നില്ല അല്ലേ ഗൈസ്. ഞാൻ ഓരോരോ വർഷം കാണിച്ചു തരാം. നോക്ക്, ഇങ്ങനെ ആക്കി എടുക്കുക. മറ്റേ നെഹ്റുവിൻ്റെ മറ്റേ തൊപ്പി അതേപോലെ ആക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. ചീറ്റിപ്പോയി ഗൈസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ എന്നിട്ട് ഇങ്ങനെ വെക്കുക. പിന്നെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കുക. ഗൈസ് നോക്ക്, ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഒന്ന് ഇങ്ങനെ എടുക്കുക. കണ്ട, ഇങ്ങനെ എടുക്കുക. കണ്ട, ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡ് കണ്ട ഇങ്ങനെ അതിലൂട്ട ഇങ്ങനെ ഇതൊക്കെ എടുക്കുക. ഇത് കുറച്ച് ഇങ്ങോട്ടായിട്ട് ഇങ്ങനെ ആക്കി എടുക്കുക. പിന്നെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമ്മളെ തോണി റെഡി. നോക്ക് ഗൈസ്, തോണി റെഡി ആയിട്ടുണ്ട്. ഇവിടെ തോണി ഉണ്ട് ഗൈസ്. തോണി വെള്ളത്തിലൂടെ പോകുന്നതാണേ. അങ്ങനെ ഗൈസ് തോണി റെഡിയായി. എന്തോ അയച്ചിട്ടുണ്ട്, അതാ ഇന്ന് കാണും. ഇനി തോണിയാക്കി. ഇനി ഈ തോണി നമുക്ക് സൈഡിലേക്ക് മാറ്റാം. ഇനി അടുത്ത് നമ്മൾ വീശറി ഉണ്ടാകും. വീശറി ഭയങ്കര നല്ല ഈസിയാണ്. അത് ഈസിയാണ്. അത് എനിക്ക് കാണിച്ചു തരാൻ കുറച്ച് എങ്ങനെ ഉണ്ടാക്കാൻ കുറച്ച് പാടാ. ഇങ്ങനെ ആക്കുക. ഈ സൈഡ് ഇങ്ങനെ ആക്കണം. ഞാൻ ഒറ്റ പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നല്ല പാടാ, ഓരോ വഴി പറയാം. ആദ്യം ഈ സൈഡ് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇങ്ങനെ സൈഡിലോട്ട്. എന്നിട്ട് പിന്നെ അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ അങ്ങനെ ചെയ്തു പോകണം. അതാണ് നമ്മളെ ടാസ്ക്. അങ്ങനെയാണ് വീശറി ഉണ്ടാക്കുന്നത്.
ഇതേപോലെ ആദ്യമുള്ള ഞാൻ ഒന്ന് ചെയ്തെടുക്കട്ടെ. ഇതൊന്ന് ചീത്തയാക്കും. ഓക്കെ, ഇനി കാണിച്ചു കൊടുക്കുക. ഇനി നിനക്ക് കാണിച്ചു തരണ്ടല്ലോ. എന്നാലും നമുക്ക് മനസ്സിലായിട്ടില്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓരോരോ ഭാഷ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് ആക്കി, പിന്നെ ഇങ്ങോട്ട് പോയി അപ്പുറത്തെ സൈഡിലേക്ക് പോവാം, പിന്നെ ഫ്രണ്ടിലേക്ക്, പിന്നെ ബാക്ക് സൈഡിലേക്ക് പോവാം, ഇങ്ങനെയൊക്കെ പോവാം. ഓക്കെ ഗൈസ്, ഇങ്ങനെ പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഇങ്ങനെ ആക്കി കൊടുക്കുക. പിന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ വിഷറി കണ്ട, വിഷറി ഇങ്ങനെയാണ് വിഷറി കണ്ട, വിഷറി. അപ്പം വിഷറിയും റെഡി ആയിട്ടുണ്ട്. ഇനി വിഷറി നമുക്ക് സൈഡിലേക്ക് എടുത്ത് വെക്കാം. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഷൂട്ട്.